എന്തുകൊണ്ടാണ് സോണി നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ദി അമേസിംഗ് സ്പൈഡർമാൻ 3 ക്യാൻസൽ ആക്കിയെന്ന് അറിയാമോ നിങ്ങൾക്ക്? കാരണം ഓഫ് കോഴ്സ് അമേസിംഗ് സ്പൈഡർമാൻ 2 ആണ് സോണിയുടെ ബാക്കിയുള്ള സ്പൈഡർമാൻ മൂവീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് കളക്ഷൻ നേടിയ സ്പൈഡർമാൻ ചിത്രം. മാത്രമല്ല ആ ഒരു സമയത്ത് ഒരുപാട് ക്രിട്ടിക്സും റിവ്യൂവേഴ്സും ഈ ഒരു സിനിമയെ തള്ളി പറഞ്ഞു. പ്ലസ് സോണി പിക്ചേഴ്സ് ആ ഒരു സമയത്ത് ഹാക്ക് ചെയ്യപ്പെടപ്പെട്ടു. എന്നാൽ ഇതിനേക്കാൾ ഉപരി ദി അമേസിംഗ് സ്പൈഡർമാൻ 3 ആക്ച്വലി ക്യാൻസൽ ആയത് ഇതിൽ നിന്നും വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ്. അതെന്തെന്നാൽ ഈ ഒരു അമേസിംഗ് സ്പൈഡർമാൻ 2 സിനിമ ഇറങ്ങിയ സമയത്ത് സോണി പിക്ചേഴ്സ് ബ്രസീലിൽ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തായിരുന്നു. അവിടെ നമ്മുടെ സോണി പിക്ചേഴ്സിന്റെ സിഇഒയും ആൻഡ്രൂ ഗാർഫീൽഡും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത്. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം ആൻഡ്രൂ ഗാർഫീൽഡിന് ആ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ആൻഡ് ഈ ഒരു കാരണം സോണി പിക്ചേഴ്സിന്റെ എക്സിക്യൂട്ടീവ്സിനെ ട്രിഗർ ചെയ്തു. ആൻഡ് ഈ ഒരു കാരണം കൊണ്ട് സോണി പിക്ചേഴ്സ് ദി അമേസിംഗ് സ്പൈഡർമാൻ 3 നൈസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് പിന്നീടാണ് ലേറ്റർ സോണി മാർവലുമായി ടൈപ്പ് ആവുന്നതും ടോം ഹോളൻഡിനെ സ്പൈഡർമാൻ ആക്കുന്നതും. സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്താ അല്ലേ പിള്ളേരെ പോലെ ഓരോരോ പൊട്ട റീസൺ കാരണം ഒരു മാസ്റ്റർ പീസിനെയാണ് അവർ നശിപ്പിച്ചു കളഞ്ഞത്. പിന്നെ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം, ഇനിയും ഇതേപോലുള്ള സിനിമ, TV സീരീസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.